ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പോർട്ട് നമ്പേഴ്സാണ്. നമുക്കറിയാം നമ്മുടെ TCP/IP മോഡൽ നമ്മൾ പഠിച്ചതല്ലേ, നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു TCP/IP മോഡലിനെ പറ്റിയിട്ട്. അതിൽ നമുക്ക് ലെയേഴ്സ് അറിയാം എന്തൊക്കെയാണെന്ന്: ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ. അപ്പോൾ ഇതിനെപ്പറ്റി അധികം ആർക്കും അറിയാത്തവർക്ക് നമ്മൾ അതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചിരുന്നു ട്രാൻസ്പോർട്ട് ലെയറിനെ പറ്റിയിട്ടല്ലേ. അപ്പോൾ നമുക്കറിയാം ട്രാൻസ്പോർട്ട് ലെയറാണ് ഈ പോർട്ട് നമ്പേഴ്സ് അസൈൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ എന്തിനാണ് ഈ പോർട്ട് നമ്പേഴ്സ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. നമുക്കൊരു സിനാരിയോ കൺസിഡർ ചെയ്യാം. നമുക്ക് നമ്മുടെ വീട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ വീട്ടിലില്ല. അപ്പോൾ നമുക്കൊരു ലെറ്റർ ആ ദിവസം വരുന്നുണ്ട്. അപ്പോൾ ആ ലെറ്റർ നമുക്ക് റിസീവ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുക, നമ്മുടെ ഗേറ്റിലോ അല്ലെങ്കിൽ വീടിൻ്റെ സിറ്റ് ഔട്ടിലോ മറ്റോ ഒരു ലെറ്റർ ബോക്സ് പോലെ നമ്മൾ എന്തെങ്കിലും സെറ്റ് ചെയ്യല്ലേ. അപ്പോൾ നമുക്ക് ആ വരുന്ന പോസ്റ്റ്മാന് ആ പോസ്റ്റ് അവിടെ ഇടാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ ഈ കേസിൽ നമ്മുടെ ആ ലെറ്റർ ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ളൊരു ആക്സസ് പോലെ തന്നെയാണ് പോസ്റ്റ്മാൻ അല്ലേ. അപ്പോൾ നമ്മുടെ ഈ കേസിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആ പോസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റയാണ്. അതേപോലെ തന്നെ നമ്മുടെ ലെറ്റർ ബോക്സ് ഉണ്ടല്ലോ, അതാണ് ഈ കേസിൽ നമ്മുടെ പോർട്ട് നമ്പേഴ്സ്. അപ്പോൾ ഈ കേസിൽ പോർട്ട് നമ്പേഴ്സാണ് നമ്മുടെ ആ ആപ്ലിക്കേഷൻ ഡേറ്റയ്ക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ വീട് തന്നെയാണ് നമ്മുടെ സെർവറായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സെർവറിൻ്റെ കീഴെ നമുക്ക് ധാരാളം സർവീസസ് റൺ ചെയ്യുന്നുണ്ടായിരിക്കും. മെയിൽ സെർവർ, വെബ് സെർവർ, അങ്ങനെ ഡേറ്റ ട്രാൻസ്ഫർ ആവുന്ന എല്ലാ സർവീസുകളും ഈ സെർവറിൻ്റെ കീഴെ റൺ ആവുന്നുണ്ടായിരിക്കും. നമുക്കൊരിപ്പോൾ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. നമുക്ക് ഈ വെബ് സെർവർ എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രൗസർ എടുക്കുന്നു. ബ്രൗസറിൽ നമുക്ക് വേണ്ട വെബ്സൈറ്റ് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ fetlla.com എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നടക്കുന്ന ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്? നമ്മൾ DNS എന്ന വീഡിയോയിൽ വിശദമായിട്ട് പഠിച്ചിരുന്നതിനെക്കുറിച്ചല്ലേ. നമ്മൾ ആ വെബ്സൈറ്റിനെ IP അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ഈ ഒരു DNSൻ്റെ പ്രോസസ്സ് എന്താണെന്നറിയാത്തവർക്ക് നമ്മൾ DNSനെ പറ്റി വിശദമായിട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ IP അഡ്രസ് കൺവേർഷനും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഈ കേസിൽ നമ്മുടെ ആ വെബ്സൈറ്റിനെ IP അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ റിക്വസ്റ്റ് നമ്മുടെ വെബ് സെർവറിലേക്ക് പാസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സെർവർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് വെബ് സെർവർ മാത്രമല്ല, HTTPയിൽ വെബ് സെർവർ മാത്രമല്ല റൺ ചെയ്യുന്നത്. അതിപ്പോൾ മെയിൽ സർവീസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് SMTP പ്രോട്ടോകോൾ ഉപയോഗിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഫയൽ സെർവറിന് ആയിട്ട് FTP യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഏത് സർവീസാണ് നമ്മുടെ ഈ പർട്ടിക്കുലർ വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യേണ്ടതെന്ന്? അപ്പോൾ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മുടെ പോർട്ട് നമ്പർ ആക്ടിലേക്ക് വരുന്നത്. അതായത് ഓരോ സർവീസിനും ഓരോ പോർട്ട് നമ്പർ നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വെബ് സെർവർ ആണെങ്കിൽ വെബ് സെർവർ നമുക്കറിയാം HTTP ആയിരിക്കും. HTTPയുടെ പോർട്ട് നമ്പർ എത്രയാണ്? 80 ആണ്. അതേപോലെ തന്നെ SMTPയുടെ പോർട്ട് നമ്പർ 25 ആണ്. FTPയുടെ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 20ഉം 21ഉം ആണ്. ഈ പോർട്ട് നമ്പർ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിന് അതിനെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കേസിൽ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലെ ആ റിക്വസ്റ്റ് സെർവറിലേക്ക് വന്നപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലായി അത് ആക്സസ് ചെയ്യാൻ വരുന്നത് HTTP പോർട്ടാണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ TCP ഹെഡറിന് നമ്മുടെ പോർട്ട് നമ്പർ 80 ആണ് നമ്മുടെ കമ്പ്യൂട്ടർ തന്നെ അസൈൻ ചെയ്തത്. ഈ അസൈൻ ചെയ്യുന്ന പ്രോസസ്സൊക്കെ നമ്മൾ വിശദമായിട്ട് OSI ലെയർ എന്ന വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. OSI ലെയറിനെ പറ്റിയും നമ്മളിതിന് മുമ്പ് വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ TCP ഹെഡർ, UDP അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറ്റി ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ പോർട്ട് 80 ആണെന്നറിയാം. അതേപോലെ തന്നെ നമുക്കൊരു സോഴ്സ് ഡെസ്റ്റിനേഷൻ വേണമല്ലോ. അതുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ തന്നെ റാൻഡം ആയിട്ടുള്ള ഒരു പോർട്ട് നമ്പർ നമ്മുടെ സെൻറ്ററിൽ നിന്ന് ചൂസ് ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു പോർട്ട് നമ്പർ ചൂസ് ചെയ്തിട്ടായിരിക്കും അവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ നമ്മുടെ വെബ് സെർവറിൻ്റെ ആ HTTP പോർട്ടിലേക്കായിരിക്കും സെൻഡ് ആവുന്നത്. അപ്പോൾ ഇവിടെ ആ IP അഡ്രസ്സ് റിട്ടേൺ ചെയ്യുന്നത് എപ്പോഴും ഈ ഒരു രീതിയിലായിരിക്കും. അതായത് നമ്മുടെ IP അഡ്രസ് ഈസ് ടു ആ പർട്ടിക്കുലർ പോർട്ട് നമ്പർ, അതായത് നമ്മുടെ പോർട്ട് നമ്പർ 80. ഈ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പർട്ടിക്കുലർ വെബ്സൈറ്റ് അവിടെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സെർവർ ഈ റിക്വസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ ആ അവസാനം നോക്കുമ്പോൾ ഈസ് ടു 80 എന്ന് കാണും. അല്ലെങ്കിൽ ഏത് സർവീസിൻ്റെ പോർട്ട് നമ്പറാണോ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ ആ ഡേറ്റ അങ്ങോട്ട് പാസ് ചെയ്ത് വിടും. ഓക്കെ, ഇനി നമ്മുടെ സെർവറിന് ആ റിക്വസ്റ്റ് റിസീവ് ചെയ്തിട്ട് അത് റിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പോർട്ട് നമ്പർ അതേപോലെ തന്നെ റിവേഴ്സ് ആവും.
IP അഡ്രസ് ഈസ് ടു നമ്മുടെ ആരാണ് റിക്വസ്റ്റ് ചെയ്തത് അയാളുടെ ഡെസ്റ്റിനേഷൻ പോർട്ടായിരിക്കും. പിന്നെ നമ്മുടെ IP അഡ്രസ് ഈസ് ടു ആ വരുന്ന പോർട്ട് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ കമ്പ്യൂട്ടറിന് തിരിച്ച് ആ റിക്വസ്റ്റ് റിസീവ് ആവുകയാണ്. റിസീവ് ആകുമ്പോൾ അതിൻ്റെ എൻഡിലെ പോർട്ട് നമ്പർ നോക്കുമ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവും ഏത് ആപ്ലിക്കേഷൻ ആണെന്ന്. അപ്പോൾ ഈ കേസിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബ്രൗസറിലേക്കാണ് ഇത് വരുന്നത്. അങ്ങനെ ബ്രൗസറിൽ ഏത് ടാബിലാണ് വരെ ഓപ്പൺ ആവേണ്ടതെന്ന് പർട്ടിക്കുലറായിട്ട് അത് കമ്പ്യൂട്ടർ മനസ്സിലാക്കി നമുക്ക് വേണ്ട വെബ് പേജ് അവിടെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ IP അഡ്രസ്സാണ് കറക്റ്റായിട്ട് ഡേറ്റ അവിടെ പാസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ ഡേറ്റ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമ്മളെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് നമ്മുടെ പോർട്ട് നമ്പേഴ്സാണ്. അപ്പോൾ ഇതാണ് പോർട്ട് നമ്പേഴ്സിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്കിനി കുറച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോർട്ട്സും പ്രോട്ടോകോൾസ് നോക്കാം. ഇതാണ് നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോർട്ട്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം HTTP, നമുക്കറിയാം പോർട്ട് 80, HTTPS 443, ഇത് നമുക്കറിയാം. HTTPS നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതെന്താണെന്ന് ഡിഫറൻസ് ഒക്കെ നമ്മളത് പറയുന്നുണ്ട്. പിന്നെ നമുക്കറിയാം DNS, SMTP, ടെൽനെറ്റ്, SSH, അങ്ങനെയുള്ള പല പോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പലതിനും പല സർവീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വെൽ നോൺ പോർട്ട്സ് ആണ്. എന്നാലും വെൽ നോൺ പോർട്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് 0 to 1023 ആണ്. നമുക്ക് ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല, എന്നാൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ട കുറച്ച് പോർട്ട്സും പ്രോട്ടോകോൾസും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ പോർട്ട് നമ്പേഴ്സ് മെയിനായിട്ടുള്ളത് 3 ടൈപ്സ് ആയിട്ടാണ്. ടൈപ്സ് എന്ന് പറയാൻ പറ്റില്ല, 3 നമ്മൾ തിരിച്ചിട്ടുണ്ട് നമ്മുടെ പോർട്ട് നമ്പേഴ്സ്. നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് പോർട്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് 65,535 ആണ്. അതായത് 65,535 ആണ് നമ്മുടെ ടോട്ടൽ പോർട്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിലെ ആദ്യത്തെ 0 to 1023 എന്ന് പറയുന്നത് വെൽ നോൺ പോർട്ട് നമ്പേഴ്സ് ആണ്. അതേപോലെ തന്നെ 1024 to 49,151 എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് പോർട്ട് നമ്പേഴ്സാണ്. അതായത് പല വിവിധ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പോർട്ട് നമ്പേഴ്സാണ് ഈ ഒരു 1024 to 49,151 ഇടയ്ക്ക് വരുന്നത്. പിന്നെന്ന് പറയുന്നത് 49,152 to 65,535 വരെയുള്ള പോർട്ട് നമ്പേഴ്സാണ്. ഇതെന്ന് പറയുന്നത് ഡൈനാമിക്കലി അസൈൻഡ് പോർട്ട് നമ്പേഴ്സാണ്. അതായത് നമ്മുടെ ലോക്കൽ കണക്ഷൻസും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന പോർട്ട് നമ്പേഴ്സാണ് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത് പോർട്ട് നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. ജസ്റ്റ് ഒരു ബേസിക് എക്സ്പ്ലനേഷൻ ആയിരുന്നു. എന്താണ് പോർട്ട് നമ്പേഴ്സ്, അതെങ്ങനെയാണ് അത് കണക്ഷൻ സംഭവിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.